ഞാനൊരു അപകടത്തിൽപ്പെടുമ്പോ എന്നെ രക്ഷിക്കാൻ വേണ്ടി ആന്റി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആന്റി ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ നല്ലൊരു വഴി കണ്ടെത്തിയെന്നേ ഉള്ളൂ. അയ്യോ, പിന്നെ 50,000 കൊട്ടേഷൻ ചാർജ്, 10,000 അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ശേഖരനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ രാധൻ മണിയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം. അതൊക്കെ എങ്ങനെയെങ്കിലും കൊടുക്ക എന്റെ കർഷേ. ആ മനുഷ്യനെങ്ങാനും തിരിച്ചു വന്നാ അയാളെ ഞാൻ ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ടി വരില്ലേ? അയ്യോ, അത് മാത്രമല്ല, അച്ഛൻ തിരിച്ചു വന്നാ ഇന്ദ്രനും ബാക്കിയുള്ളവർക്ക് എന്നോടുള്ള ഭയവും ബഹുമാനവും ഇല്ലാതാവും. സുശീലയ്ക്ക് സുശീലയായി ജീവിക്കാൻ 50,000 അല്ല 1,00,000 കൊടുത്താലും അധികം ആവില്ല. അയ്യോ, അയ്യോ, അനുപമയായിരുന്നു. ഞാനങ്ങ് പേടിച്ചു പോയിട്ടോ. അതെന്താ പേടിക്കാൻ മാത്രം തെറ്റെന്തേലും തന്നെ ചെയ്തോ? അങ്ങനെയല്ല, പെട്ടെന്ന് അനുവിനെ കണ്ടപ്പോ ഒന്ന് ഞെട്ടി. ഇവിടെ വെച്ച് കാണുന്നു തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ. ആ, പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ആണല്ലോ നടക്കുന്നത്. അല്ല, അനു എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ആ, അല്ല, ആ രാധാമണിയെ ധനേട്ടൻ എങ്ങനെ അറിയാം? ഏത് രാധാമണി? നമ്മുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ മനുഷ്യന്റെ ഭാര്യ. അല്ല, അവരെ കുറിച്ച് എന്തിനാ അനു ഇപ്പൊ തിരക്കുന്നേ? ഒരു കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോ. പിന്നെ ഇപ്പൊ എന്നോട് സത്യം പറഞ്ഞ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് ധനേട്ടന് രക്ഷപ്പെടാം. രാധാമണി? ഓ, അവളെന്റെ നാട്ടുകാരിയാ. ഓ, അല്ല, ഈ പറയുന്ന സത്യമാണല്ലോ അല്ലേ? ഇനി പോലീസ് വരുമ്പോ മാറ്റി പറയരുത്. പോലീസോ? അല്ല, പോലീസ് എന്തിനാ എന്നെ കാണാൻ വരുന്നേ? അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അതൊക്കെ പോലീസുകാര് തന്നെ പറഞ്ഞോളൂ. അയ്യോ, അങ്ങനെയൊന്നും പറയാതെ എന്താ കാര്യം എന്ന് തെളിച്ചു പറ. അല്ല, ആ രാധാമണിക്കെതിരെ എന്തൊക്കെയോ കേസുകളുണ്ടെന്നോ അവരെ പരിചയമുള്ളവരെ പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു. എനിക്ക് അവരെ ഒരു പരിചയമില്ല. ആ, അപ്പൊ പിന്നെ അവർ നാട്ടുകാരെയാണെന്ന് പറഞ്ഞതോ? അയ്യോ, അതെ, എനിക്കൊരു തെറ്റ് പറ്റിയതാ. ഞാൻ പറയുന്നത് സത്യമാണ്. അനു എന്നെ ഒന്ന് വിശ്വസിക്കണം. എനിക്ക് അവരെയോ അവരുടെ ഭർത്താവെന്ന് പറഞ്ഞ ആശുപത്രി കിടക്കുന്ന ആളെയോ എനിക്ക് യാതൊരു പരിചയവും ഇല്ല. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ പിന്നെ ധനേട്ടൻ എന്തിനാ കള്ളം പറഞ്ഞു? അയ്യോ, അത് പിന്നെ ഞാൻ പിന്നെ എന്നോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ ഈ കുരുക്കിന്ന് ധനേട്ടനെ രക്ഷപ്പെടാം. അല്ലെങ്കിൽ വലിയ പ്രശ്നമാവുന്ന ഉറപ്പാ. അത് ഞാൻ പറയാനു. എന്റെ വണ്ടിയാണ് അന്ന് അയാളെ ഇടിച്ചത്. അയാൾ റോഡിൽ വീണപ്പോ ഞാൻ പേടിച്ച് രക്ഷപ്പെട്ടതാ. പിന്നെ പത്രത്തിൽ നിന്ന അയാൾ ഹോസ്പിറ്റലായത് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഒരാളെ വണ്ടി ഇടിച്ച് വീഴ്ത്തിയിട്ട് രക്ഷപ്പെടാൻ നോക്കിയല്ലേ? അയ്യോ, അങ്ങനെയല്ലാനു. പേടി കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാ. അയാൾ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോ സഹായിക്കാൻ വേണ്ടി ഞാൻ വന്നതാ. അപ്പോഴാണ് ആ സ്ത്രീ അവരുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് അവിടേക്ക് വന്നത്. അയാൾ ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാ ഞാൻ അവരെ അറിയാന്നൊക്കെ അനുവിനോട് കള്ളം പറഞ്ഞത്. ആ, ഒരാളെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയതും പോരാഞ്ഞ് അയാളെ കുറിച്ച് നുണ പറഞ്ഞു. അതെത്ര വലിയ കുറ്റമാണെന്നറിയൂ? അനു, എന്നെ ഒന്ന് രക്ഷിക്കണം ദയവീത്. ഇതൊന്നും പോലീസിൽ പറയരുത്. ഞാനാണ് വണ്ടി ഇടിപ്പിച്ച് എന്ന് പറഞ്ഞ ആകെ പ്രശ്നമാവും. പിന്നെ അനു, ഒരു കാര്യമുണ്ട്. എന്റെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുക. പോലീസ് എങ്ങാനിത് അറിഞ്ഞാ അത് വലിയ പ്രശ്നമാവും. ധനേട്ടാ, ഇതൊന്നും അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കുറ്റമല്ല. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം അനു. വാസന്തി ഇതെല്ലാം കൂടി അറിഞ്ഞ ആകെ പ്രശ്നമാവും. അവളുടെ സ്വഭാവം നന്നായി അറിയാവുന്നതല്ലേ അനുവിന്? അതുമാത്രമല്ല, എന്നെ പോലെ ഒരാളെ ഇത്തരം കേസിൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന
ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സിനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് അനു എന്നെ ഈ കാര്യത്തിൽ ഒന്ന് സഹായിക്കണം. ഇതാരും അറിയരുത് പ്ലീസ്. അല്ല, തൽക്കാലം പിന്നെ ഞാനായിട്ട് ആരോടൊന്നും പറയുന്നില്ല. ഓ, അത് മതി. പിന്നെ എനിക്ക് ആ സ്ത്രീയെ പരിചയമുണ്ടെന്ന് പറഞ്ഞ കാര്യം അനു ആരോടും പറയല്ലേ. ശരി, ഇത്തവണത്തേക്ക് ഞാനെല്ലാം മറച്ചു വെക്കാം. പക്ഷേ ഇനി രാത്രി വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നത് മറ്റാരുടെയെങ്കിലും ജീവനായിരിക്കും. അത് മറക്കരുത്. സോറി, ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇനി രാത്രി ഞാൻ വണ്ടി ഒരിക്കലും എടുക്കില്ല. പിന്നെ ലൈസൻസ് അതും പെട്ടെന്ന് പുതുക്കണം, മറക്കണ്ട. അത് ഞാൻ എപ്പോഴേ പുതുക്കാൻ കൊടുത്തു കഴിഞ്ഞു. അനു, സൂക്ഷിച്ചു പോണേ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ആരോടും പറയല്ലേ. ശരി, എങ്കിൽ ഞാൻ പോവാം. എന്നാ ഓക്കെ അനു. ഓ, രക്ഷപ്പെട്ടു. ചേട്ടോ, ഒരു കുപ്പി തണുത്ത വെള്ളം തന്നെ. അകമൊക്കെ ഒന്ന് തണുപ്പിക്കട്ടെ. ആ, എന്താ ദാസ്? അണ്ണാ, ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിളിച്ചിരുന്നു. എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. അയാളെ തിരക്കി അവകാശികൾ വന്നിരുന്നു എന്ന് പറയാൻ വിളിച്ചതാ. ആ, അത് കൊള്ളാലോ. നല്ല വാർത്തയാണല്ലോ. അതെ, പോലീസ് ഒന്ന് ന്യൂസ് കൊടുത്തോണ്ട് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായി. എല്ലാം ഓരോ നിമിത്തമാണ്. അയാൾക്കന്ന് ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ടല്ലേ ഇപ്പൊ വീട്ടുകാർക്ക് അയാളെ കണ്ടെത്താൻ സാധിച്ചത്. ജീവിതത്തിൽ സംഭവിക്കുന്ന മോശമായ കാര്യങ്ങൾ പോലും ഒടുവിൽ ഗുണമായി വരുന്ന അത്ഭുതമാണ്. ഈശ്വരൻ ഓരോ കാര്യങ്ങളും ഓരോ കാരണങ്ങൾക്കായി വരുത്തുന്നതാണെന്ന് പണ്ടുള്ളവർ പറയുന്നത് എത്ര ശരിയാ. അത് വളരെ ശരിയാണ്. പിന്നെ അയാൾ ഡിസ്ചാർജ് ചെയ്ത് വന്നവർക്കൊപ്പം അയക്കട്ടെ എന്ന് ഡോക്ടർ ചോദിച്ചു. അതിനെന്താ, സ്വന്തം കുടുംബക്കാരുടെ ഒപ്പമല്ലേ അയാൾ പോവേണ്ടത്? അതല്ല, നമ്മള് അയാളെ അവിടെ കൊണ്ട് ആക്കിയതല്ലേ, അതുകൊണ്ടൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചതാ. ആ, അതാണല്ലോ അതിന്റെ ഒരു ശരി. ആ, അപ്പോ ഇന്ന് തന്നെ അയാളെ ഡിസ്ചാർജ് ചെയ്യൂ? അത് പറഞ്ഞില്ല. നമുക്കേ അയാളൊന്ന് പോയി കാണണ്ടേ അണ്ണ? കാണണം. അപ്പോഴേ അണ്ണം വരുമെങ്കിൽ ഞാൻ വണ്ടി അയക്കാം. ശരി, ഞാൻ അപ്പോഴേക്കും റെഡി ആയി നിൽക്കാം. ഓക്കെ ഓക്കെ അണ്ണ, ശരി. എന്താച്ചാ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരാളെ ഹോസ്പിറ്റലാക്കിയ കാര്യം. അയാളെ തിരക്കി അയാളുടെ വീട്ടുകാർ വന്നിട്ടുണ്ട്. അവരോടൊപ്പം അയാളെ അയക്കട്ടെ എന്ന് ഡോക്ടർ വിളിച്ചു വെച്ച് പറയാനാ ദാസ് വിളിച്ചത്. അയാളെ കാണാതായപ്പോ ആ വീട്ടുകാര് എത്രമാത്രം ടെൻഷൻ അനുഭവിച്ചു കാണുവച്ചാ. അതെ മോളെ, ഇപ്പൊ എന്തായാലും എല്ലാം ഭംഗിയായി തീർന്നില്ലേ? അയാള് പോകുന്നതിന് മുമ്പ് അവരെയൊക്കെ കണ്ടേക്കാം. ഒരു കുടുംബം ഒന്നാവുന്നത് കാണുന്നത് സന്തോഷമുള്ളൊരു കാര്യമല്ലേ? അറിയാതെയാണെങ്കിലും ഞങ്ങളും അതിനൊരു നിമിത്തമായതല്ലേ. ശരി ശരി മോളെ, പോയിട്ട് വാ. ദാസ് എന്നോട് വണ്ടി അയക്കാന്ന് പറഞ്ഞത്. ഞാൻ എപ്പോഴേക്കും റെഡിയായി നിൽക്കാം.